ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതൊരു പാളിപ്പോയ വീഡിയോ കൂടിയാണ്. ഇന്ന് വന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഫുൾ എടുക്കണം എന്ന് വിചാരിച്ചാൽ പകുതിക്ക് വെച്ച് പകുതിയില്ല, ഒരു കാൽഭാഗം എടുത്തിട്ടുള്ളൂ. ബാക്കി എന്നോട് എടുക്കാൻ മറന്നു പോയി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് രാത്രി ഒരു 7 മണിയായപ്പോൾ ഓർമ്മ വരുന്നത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഫസ്റ്റ് തൊട്ട് കാണാം കേട്ടോ. ഇന്ന് ഞാനൊരു പണിക്ക് പോകാൻ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റിനുള്ള മെസ്സിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ അവിടെ 3 ആളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ലീവ് ആകുന്ന സമയത്ത് എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പോക്കുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഇതുവരെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴും വിചാരിക്കും അവിടെയുള്ള ഫുള്ള് വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ അതിന് പറ്റലില്ല. ചില സമയം ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അപ്പം അങ്ങനെ പറ്റലില്ല. ഞാൻ പോകുമ്പോൾ മോളെയും കൂടെ കൊണ്ടുപോകും കേട്ടോ. മോനെ മദ്രസയിൽ വിട്ടിട്ട് മോളെയും കൂടി ഞാൻ കൊണ്ടുപോകും. ഇത് വന്നിട്ട് ഭർത്താവ് പണിക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചോറും പിന്നെ പരിപ്പ് കറിയും. ഇത് വന്നിട്ട് ചോറും പരിപ്പ് കറിയും. പിന്നെ പരിപ്പിന് എരിവില്ലല്ലോ, എരിവ് കുറവാണ്. താളിച്ചത് അപ്പം ഞാൻ 2 മുളക് പൊടി വെച്ചത്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടൊരു മുട്ട ഓംലെറ്റ് കൂടി ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴി ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് ഒരു ഭർത്താവിനെ ഞാൻ അവിടെ കൊണ്ടുവിടുക മെസ്സിലേക്ക്. അപ്പോൾ മോനും മോളും ഉണ്ടാവും കൂടെ. മോന് മദ്രസയിൽ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ സ്കൂൾ ബസ് വരും. അങ്ങനെ അതിൽ കയറ്റി വിടുക ചെയ്യുക. അവിടുന്ന് ചായയും കൊടുത്തിട്ട് വിടും കേട്ടോ. ഈ മെസ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കയറി കാണണമെന്ന്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കും കേട്ടോ, ഞാൻ ഈ മെസ്സിൻ്റെ. പിന്നെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ രാവിലെ വന്നപാട് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ കുറേ ഇവിടെ എടുക്കാനുണ്ടായി, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഓരോ പച്ചക്കറിയൊക്കെ വെച്ചതാണ് കേട്ടോ. പച്ചക്കറികളും സാധനങ്ങളൊക്കെ നല്ല നാടൻ ഫുഡാണ് ഇവിടെ. അതായത് നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനത്തെ നല്ല നാടൻ ഫുഡാണ്. അപ്പോൾ രാവിലെ പിന്നെ എളാമ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ജോലിയിൽ സ്കൂൾ ബസ്സാണ് പോകുന്നത്. കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ കുറേ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ബസ് പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ. ഹയർ സെക്കൻഡറി സ്കൂളിൽ പിന്നെ പയ്യമ്പള്ളി സ്കൂളിലെ ബസ്സാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര സ്പീഡ്, ബസ്സിന് പേടിയാവുക കാണുമ്പോൾ. പഠിച്ചൊക്കെ ആക്കട്ടെ മക്കളെ, എത്ര മക്കളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ വന്നിട്ട് പിന്നെ ചോറ് ഞാൻ വന്നപാടന്നെ തീ കത്തിച്ചിട്ട് വെള്ളം വെച്ച് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റി, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ കുടിക്കാനുള്ള വെള്ളം കേട്ടോ ആദ്യം വെക്കുക. എന്താ പറയുക, പൊടിയിട്ടിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, പതിമുഖം അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ അത് ഇട്ടിട്ട് വെള്ളം വെച്ച് പിന്നെ ചോറിന് വെള്ളം വെച്ച് പിന്നെ വെള്ളം ഇറക്കിയതിന് ശേഷം പരിപ്പാട്ടോ അടുപ്പിലിരിക്കുന്ന അത് ചോറിന് വെള്ളം വെച്ചതാണ്. പിന്നെ എത്ര അരി വെക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്താക്കി, പരിപ്പും കുമ്പളങ്ങയും കൂടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തളക നിറച്ചും കുമ്പളങ്ങ. പിന്നെ ബീഫ് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. പിന്നെ മീൻ അയിലയും മത്തിയും പിന്നെ എന്താ പറയുക മാന്തളും നത്തളും. അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ അവർ വാങ്ങിയിട്ടുള്ളത്. ഇത് കറിക്കും വറുക്കാനും കൂടിയാണ്. അപ്പോൾ പിന്നെ മാന്തൾ നമുക്ക് വലിയ മാന്തൾ, വിലയും അതുപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ 260 രൂപയാണ് മാന്തളിന് 1 കിലോയ്ക്ക്. ഇവിടെ ഞങ്ങൾ വയനാട്ടിലേക്ക് പിന്നെ കടലും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. മീൻ അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ നിങ്ങളെ നാട്ടിലൊന്നും പോലെ ആയിരിക്കില്ല. ഇവിടെ വില ഒന്നും കൂടി കൂടും. കാരണം അങ്ങനെ ദൂരത്ത് നിന്ന് വരുന്ന മീനല്ലേ. പിന്നെ വേറെ എന്താ പറയുക, പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ. ഇത് പിന്നെ വന്നിട്ട് ഞാൻ അരി കഴുകാൻ വേണ്ടി എടുത്ത് വെച്ച് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ ഉച്ച സമയത്ത് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ബീഫ് മുറിക്കുക. അപ്പോൾ മോന് പോയിട്ടില്ല. അപ്പോൾ മോനെ കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുത്തിടാന്ന്. അങ്ങനെ മോനൊരു വീഡിയോ എടുത്തിരുന്നതാണ്. അപ്പം ബീഫ് ഇങ്ങനെ കത്തിയിൽ വെച്ചിട്ട് തന്നെ മുറിക്കുക. അപ്പം ബീഫ് പിന്നെ കുറച്ച് കണ്ടിട്ടുള്ളൂ. ബീഫ് എന്ന് പറയുന്നത് ചില ആളുകൾ കൂട്ടില്ലല്ലോ അങ്ങനെ. അത് നമ്മൾ മുസ്ലിംസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത് എങ്ങനെ വെച്ചാൽ വണ്ടിക്കാരായിരിക്കും കേട്ടോ കൂടുതലും. പിന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് കേട്ടോ തോൽപ്പെട്ടി. അപ്പോൾ എല്ലാവരും ആരും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം, ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വന്യജീവി സങ്കേതമാണല്ലോ ഇവിടെ, അതാണ്. അപ്പോൾ മൃഗങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ. പിന്നെ അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ.